വാർത്തകൾ വിശദമായി. വാഴക്കുളത്ത് ബിരുദ വിദ്യാർത്ഥിനിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി മൂർഷിദാബാദ് സ്വദേശി ബിജു മുല്ലയ്ക്ക് ഇരട്ടി ജീവപര്യന്തം. പറവൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. വാഴക്കുളത്ത് ബിരുദ വിദ്യാർത്ഥിനിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി മൂർഷിദാബാദ് സ്വദേശി ബിജു മുല്ലയ്ക്ക് ഇരട്ട ജീവപര്യന്തം. പറവൂർ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി ജ്യോതിയാണ് ശിക്ഷ വിധിച്ചത്. 2018 ജൂലൈ 30-നായിരുന്നു സംഭവം. തടിയിട്ടപറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അമ്പുനാട് അന്തിനാട് നിമിഷ തമ്പിയെയാണ് മോഷണശ്രമത്തിനിടയിൽ പ്രതി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. വല്യമ്മയുടെ മാല പൊട്ടിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ചപ്പോഴാണ് പ്രതി നിമിഷ തമ്പിയെ കൊലപ്പെടുത്തിയത്. നിമിഷയെ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച വല്യച്ഛൻ ഏലിയാസിനെയും കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. അവളെ കൊന്ന പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുത്താൽ പോരാ, തൂക്കുകയറ് തന്നെ അവന് കിട്ടണം. എന്നെങ്കിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമാവുള്ളൂ. അവനതിൽ കുറച്ചുകൂടി ശിക്ഷയ്ക്ക് അർഹിക്കുന്ന ഒരു പ്രതിയല്ല അവൻ. അന്ന് സംഭവിച്ചത്, ഞാൻ വീട്ടിലേക്ക് കറിക്ക് മേടിച്ചുകൊണ്ട്, വീട്ടിൽ കറിക്കൊന്നും ഉണ്ടായില്ല, കറിക്ക് മേടിച്ചുകൊണ്ട് വീട്ടിൽ വരുമ്പോഴാണ് നിമിഷയുടെ കരച്ചിൽ കേട്ട് എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, പിള്ളേരുടെ കരച്ചിലാണ് കേൾക്കലെന്നും പറഞ്ഞ് ഞാൻ മീൻ അവക്കടയിൽ കൊടുത്തേച്ച് ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ കൊച്ച് കഴുത്തേൽ ഷാള് ചുറ്റി ഹാളിലും അടുക്കളയിലും ആ ചോരയായിട്ട് നിൽക്കണേ കണ്ടത്. അവൻ 3-4 കുടുംബം കളഞ്ഞതല്ലേ, ഒരു കുടുംബമല്ല 4 കുടുംബം അവൻ കളഞ്ഞതാണ്. പക്ഷേ ശിക്ഷയിലിപ്പോൾ ശിക്ഷയിൽ കുറഞ്ഞ ഒരു ഇതും കൊടുക്കേണ്ടേ അല്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മളല്ല നിശ്ചയിക്കണത്, നിശ്ചയിക്കണത് നമ്മളല്ല, അത് നിശ്ചയിക്കണത്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. അതുകൊണ്ട് എല്ലാവരോടും നന്ദിയുണ്ട്. മാറമ്പിള്ളി MES കോളേജ് BBA വിദ്യാർത്ഥിനിയായിരുന്നു നിമിഷ. തടിയിട്ടപറമ്പ് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന PM ഷമീറിന്റെ നേതൃത്വത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ച കുറ്റപത്രം സമർപ്പിച്ചത്. അന്നത്തെ ക്രൈംബ്രാഞ്ച് DYSP KS ഉദയഭാനുവാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ MB ഷാജി ഹാജരായി. കവർ ചെയ്യാനുള്ള ശ്രമം, മാലമോഷണം മുതലായ കുറ്റങ്ങളാണ് ആരോപിച്ചിരുന്നത്. എല്ലാ കുറ്റങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയും. കൂടുതൽ ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു. ഇന്നലെയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ട് കോടതി വിധി പ്രസ്താവിച്ചത്. ഇന്ന് ശിക്ഷ വിധിക്കുന്നതിന് വേണ്ടിയിട്ട് ശിക്ഷയുടെ ഒരു അളവിനെ സംബന്ധിച്ചുള്ള ഹിയറിംഗിന് വേണ്ടിയിട്ടാണ് ഇന്നലത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ഇന്നലെ അതിനെ സംബന്ധിച്ച് ഇവൻ ചെയ്ത കുറ്റകൃത്യം വളരെ ഹീനസ് ആയതുകൊണ്ട് ജീവപര്യന്തം തടവിനേക്കാൾ കൂടുതൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നെ അവന് കൊടുക്കണം. എന്തെങ്കിലും കാരണവശാൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മരണം വരെ തടവ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ശിക്ഷാവിധി വേണം എന്ന് നമ്മൾ കോടതിയിൽ വളരെ ശക്തിയുക്തം വാദിച്ചിരുന്നു. പക്ഷേ ആ ഭാഗത്ത് മറികടന്നുകൊണ്ട് ഇരട്ട ജീവപര്യന്തം മാത്രമാണ് കോടതി കേസിനകത്ത് കൊടുത്തിട്ടുള്ളത്. എങ്കിൽ പോലും അത് മതിയായ ശിക്ഷയാണെന്ന് നമ്മൾ കരുതുന്നു. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിമിഷ എന്ന കുട്ടി എൻ്റെ മകളുടെ പ്രായമാണ്. ആ കുഞ്ഞിന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ആലുവ പോലീസിൽ എൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ ടീമിന് കഴിഞ്ഞു എന്നുള്ളതിന് ആദ്യം കോടതിയോടും എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോടും ഇതിൽ സഹകരിച്ച എല്ലാ സാക്ഷികളോടും നന്ദി അറിയിക്കുകയാണ്. നിമിഷയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഈ ചെറിയ രീതിയിലെങ്കിലും ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഉള്ളത് ചാരിതാർത്ഥ്യവും. വളരെ കോംപ്ലിക്കേറ്റഡായുള്ള കേസായിരുന്നു. പ്രതി ഒളിച്ചിരിക്കാനായിട്ട് പോയപ്പോൾ കണ്ടുപിടിച്ച ഒരു സക്കീർ എന്ന് പറയുന്ന ഒരു നാട്ടുകാരൻ സാക്ഷിയാണ്. അയാളെ ആക്രമിച്ച കേസിൽ ഈ പ്രതിയെ 6 മാസത്തേക്കും 2000 രൂപ ഫൈനുമായിട്ട് കാക്കനാട് കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. കൊലപാതകം, കൊലപാതക ശ്രമം, ആയുധം ഉപയോഗിച്ച് കവർച്ച, അതിക്രമിച്ചു കയറൽ തുടങ്ങിയവയാണ് പ്രധാന കുറ്റങ്ങൾ.